ഹലോ പ്രിയപ്പെട്ട നമ്മുടെ ചാനൽ കൂട്ടുകാരെ, ഇത് നമ്മുടെ കൊളക്കാട് ഊരകൻ ചാലിൽ കൊണ്ട് താഴെ ഭാഗം ഉമ്മണിക്കടവ് പാലത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും. ആ ലാസ്റ്റ് കാണുന്ന റോഡ്, അതിലിങ്ങനെ റോഡ് പോകുന്നുണ്ട്. നമ്മൾ കൊളക്കാട് ഇപ്പോൾ നല്ല കാഴ്ചയുള്ളൊരു സമയമാണ്. ഫുള്ളായിട്ട് നെൽകൃഷി. ഇതിലൊരുപാട് ആളുകളുണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട കർഷകരൊക്കെ അതിലുണ്ട്. കാരി സിദ്ദീഖാക്ക, പിന്നെ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കാരാടമ്മ ഹംസാക്കുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ വേരേങ്കര മാനു, ഇങ്ങനെ ഒരുപാട് കാരി സുലൈമാൻ, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അധ്വാനം അങ്ങനെ കണ്ടപ്പോൾ ഒരു പഴയകാല ഓർമ്മകൾ, നല്ല സൗന്ദര്യമുള്ള പാടം കണ്ടപ്പോൾ നമ്മളെ പാടത്തിൻ്റെ സൗന്ദര്യം ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. ഇത് നിറയെ പൂളക്കൃഷി ആ സൈഡിൽ ഫുള്ളായിട്ടുണ്ട്. ബാക്കി ഫുള്ള് നെൽകൃഷി, നല്ല ചുറുക്കുള്ള നെൽകൃഷി. അപ്പോൾ ഒരുപാട് ആളുകളുടെ അധ്വാനം എല്ലാവർക്കും അറിയാം. പഴയ കാലത്ത് നെൽകൃഷി തന്നെ ഉണ്ടായിരുന്നേ. പുതിയ കാലത്ത് ആളുകൾക്ക് മുമ്പാരെ ചോദിച്ചു പറഞ്ഞു നെല്ലുണ്ടാകുന്ന മരം ഏതാന്ന് എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ നെൽകൃഷികൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും നെൽകൃഷി നല്ല ചുറുക്കുണ്ട് പറഞ്ഞപ്പോഴേ ആ ചുറുക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയും. ഇതുപോലെ ഒഴിഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതുപോലെ കൃഷി ചെയ്താലേ നല്ല ചുറുക്കുമാണ്, നല്ല നെല്ലും കിട്ടും. ഇത് കഴിഞ്ഞാൽ ഇവർ നേരെ എന്ത് ചെയ്യും, ഇവിടെ കൃഷി പച്ചക്കറി കൃഷി ഉണ്ടാക്കും. ഇതിന് മുമ്പ് ഇതിൻ്റെ നെല്ലുണ്ടാക്കാൻ ട്രാക്ടർ വരുമ്പോഴേ, പാടത്ത് പൂട്ടാനല്ല ട്രാക്ടർ വരുമ്പോഴേ, അപ്പോഴെല്ലാവരും കൂടി ഉണ്ട് ഒരു കൃഷി ഉണ്ടാക്കൽ. അതിൽ നമ്മൾ മീൻ പിടിക്കൽ ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ്. ആ ചളിയിലൊക്കെ കുളിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി, ചെറിയ കുട്ടികളൊന്ന് സ്കൂൾക്ക് സത്യം നമ്മളൊക്കെ സ്കൂൾ കട്ട് ചെയ്ത് കണ്ടേനു മീൻ പിടിച്ചാൻ ഇറങ്ങിയത്. നിറച്ച് മീനും കിട്ടും കേട്ടോ, ഒരുപാട് മീൻ കിട്ടും. അപ്പോൾ ഇത് നമ്മളെ പിന്നെ അതേപോലെ നിറച്ച് കുക്കുകളുണ്ടാവും, മീനിനെ പിടിച്ചാൻ വേണ്ടി കുക്കുകളും. അപ്പോൾ നമ്മൾ കൊക്കിനെ പിടിച്ചാൽ തോക്കിയിട്ട് ഇറങ്ങിയേനു. അതൊരു 10-15 വർഷം മുമ്പത്തെ കഥകളാണ്, നമ്മൾ ഗൾഫ് പോകുന്ന മുമ്പ്. ഏതായാലും ഇപ്പോൾ നല്ല ചുറുക്കുള്ള നെൽകൃഷി ഇങ്ങനെ കണ്ടപ്പോഴേ അവിടെക്കപ്പോൾ വീടുകൾ കാണുന്നുണ്ട്. നമ്മൾ അന്ത്രമാങ്കാൻ്റെ വീടുണ്ട്, അതേപോലെ മാനുവിൻ്റെ വീടുണ്ട്, പിന്നെ നമ്മളെ മജീദാക്കാൻ്റെ വീടുണ്ട്. വീടുകളൊക്കെ കാണുന്നു ഇവിടെ. ഏതായാലും അങ്ങനെ പാടത്ത് കൊക്കുണ്ട്. ചളിപ്പാടം കഴിഞ്ഞ് ഇപ്പം നല്ല നെൽപ്പാടായി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല പച്ചക്കറി പാടാവും. അപ്പോഴാണ് കുട്ടികൾ പന്തളി തുടങ്ങുന്നത്. ഏതായാലും പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർമ്മയപ്പോൾ ഒരു വീഡിയോ വിട്ടതാണ്. നല്ല ചുറുക്കുണ്ട്. ഇപ്പോൾ നമ്മളെ ഫിഫ ഗ്രൗണ്ട് മാതിരിയാണ് ഇപ്പോൾ ഇവിടുന്ന് കണ്ടാൽ. ഏതായാലും കൃഷിയൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാട്ടെ എന്ന്, എല്ലാവർക്കും സന്തോഷം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അജ്മീർ നന്മ കൂട്ടുകാരെല്ലാവരും നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? നെൽകൃഷിയൊക്കെ ഉഷാറല്ലേ? നമ്മളിതിലാണ് വെള്ളം വന്നാൽ തോണിയിൽ ഇതിലാണ് നമ്മളെ പോലെ കുട്ടികളെല്ലാവരും കൂടി തോണി കയറിയിട്ട് മദ്രസയ്ക്ക് പോകുന്ന പാടാണിത്. അതേപോലെ നെല്ല് കണ്ട് വലിയ നെല്ലായാൽ ആ മഞ്ഞുകാലത്ത് ഇങ്ങനെ വരമ്പത്ത് കൂടെ പോകുമ്പോൾ ഒന്നായിട്ട് നനഞ്ഞ് കെട്ടാൻ പോകാൻ, കാലൊക്കെ നനഞ്ഞ് ഷർട്ടൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ ആ പാടത്ത് കൂടെ വരമ്പത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ. അതേപോലെ നെല്ലുണ്ടാക്കുമ്പോൾ വരമ്പ് ഉണ്ടാക്കുന്ന ചുറുക്കുള്ളൊരു പരിപാടി. പഴയ കാലത്ത് ആളുകൾ വരമ്പുണ്ടാക്കിയിരുന്നത് അതൊരു ചുറുക്കായിരുന്നു. അങ്ങനെ പഴയകാല ഓർമ്മകൾ. നമ്മളെ ഒരുപാട് ആളുകളൊക്കെ മരിച്ചുപോയി, കൃഷി ഉണ്ടാക്കിയ ആളുകളൊക്കെ. എല്ലാവർക്കും പഠിച്ച സന്തോഷം കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരുടെ സന്തോഷത്തിനും വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ സന്തോഷം അറിയിക്കണം. പിന്നെ പരമാവധി ഷെയർ ചെയ്ത് നല്ല വീഡിയോസുമായി വീണ്ടും വരാം. ഇതൊരു പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം ഇങ്ങനെ കണ്ടപ്പോൾ, പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ
ഇതാണ് ഖൈറുള്ള എന്നല്ല, കേരളമല്ല, ഖൈറുള്ള. ഇന്ന് കേരള ദിനമാണ്, കേരള ദിനം നവംബർ 1. അപ്പോൾ ആ നവംബർ 1 പറ്റിയ വീഡിയോസും കൂടിയാണ്. ഏതായാലും എല്ലാവർക്കും കേരള ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.